ഞാൻ സെക്കൻഡ് ഓഫീസർ പ്രദീപ് കുമാർ കെ വി, അസോസിയേറ്റഡ് NCC ഓഫീസർ മൂത്തേടത്ത് ഹൈസ്കൂൾ തളിപ്പറമ്പ കണ്ണൂർ. ഇന്ന് നമുക്ക് നാഷണൽ ഇന്റഗ്രേഷനിലുള്ള ചാപ്റ്റർ 2 NCC ക്യാമ്പ്സ് ടൈപ്സ് ആൻഡ് കണ്ടക്ട് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ഒരു ക്യാമ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ യോഗ, ഡ്രില്ല്, ഗെയിംസ്, ഗസ്റ്റ് ലെക്ചേഴ്സ്, ലൈൻ ഏരിയ മെയിന്റനൻസ്, മാപ്പ് റീഡിംഗ്, നൈറ്റ് നാവിഗേഷൻ, ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ്, ഫയറിംഗ്, സോഷ്യൽ സർവീസ് വർക്ക്, റാലി, വിസിറ്റ് ടു പ്ലേസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഓർഗനൈസിംഗ് സ്പോർട്സ് ആൻഡ് അതർ കോമ്പറ്റീഷൻസ്. ഇത്തരം ആക്ടിവിറ്റികളാണ് ഒരു ക്യാമ്പിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. ഇനി ഒരു ക്യാമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അതിന്റെ പ്രവർത്തനം, ക്യാമ്പ് റൂട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം. വേക്കപ്പ്, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുക, തുടർന്ന് ഫിസിക്കൽ ട്രെയിനിങ്, പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബ്രേക്കാണ്, തുടർന്ന് വിവിധങ്ങളായ ട്രെയിനിങ് പീരിയഡ്സുകളായിരിക്കും. ഈ ട്രെയിനിങ് പീരിയഡുകൾക്കിടയിൽ ആവശ്യമായ ബ്രേക്കുകൾ നൽകും. തുടർന്ന് ലഞ്ച് ബ്രേക്ക്, റെസ്റ്റ് പീരിയഡ്, ടീ, ഗെയിംസ്, വാഷിംഗ് or bathing, retreat, roll call parades, cultural activities or recreation, dinner, private study, lights off. ഇത്തരം പ്രവർത്തനങ്ങളായിരിക്കും ഒരു ദിവസം മിക്കവാറും ഒരു ക്യാമ്പിൽ നടക്കുന്നത്. റിപ്പബ്ലിക് ഡേ ക്യാമ്പ് എല്ലാ വർഷവും ജനുവരി 26 അതായത് റിപ്പബ്ലിക് ഡേയിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുവാനുള്ള അവസരം നമ്മുടെ കാഡറ്റുകൾക്കും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡ് എപ്പോഴെങ്കിലും നേരിട്ടോ ടിവിയിലോ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന്റെ അല്പഭാഗം ഒന്ന് കണ്ടു നോക്കാം. These are the first of the marching contingents, the parachute regiment. High fitness levels. This is one of the most decorated regiments of the Indian Army with 7 केसरिया पगड़ी चुस्त कदम. पुरानी सिख पायनियर से गठित ये रेजिमेंट के वर्त किया गया था. रेजिमेंट का आदर्श कैप्टन राव का दस्ता भारतीय सेना की सबसे अधिक आलिंगन पर्व का हिस्सा बनते हुए देशभक्ति, गौरव, अविस्मरणीय अवसर देश के हर. And this is the brilliance of the naval marching contingent passing by the saluting desk now. A smart salute there by Livari and Sub-Lieutenant unmistakable Air Force Blue. This is the Air Force Band. Warrant Officer Ashok Kumar, the band. The smart air warriors of the Air Force marching contingent, being Flight Lieutenant Mohit Kumar, Flight Lieutenant Reema Rai, and Flight Officer Vishnu Prasad, follow the commander. Smart marching, as if in one breath. The best on Rajpath. The NCC Boys Band. The officer Charandeep Singh Bhadoria, leading the NCC Boys Marching Contingent. The cadets have been drawn from all 17 directorates of NCC. And this is a familiar sight. In fact, it has been so to Surana. We are playing the tune Sare Jahan Se Acha Hindustan Hamara. सीनियर अंडर ऑफिसर श्रीष्मा हेगड़े के नेतृत्व में इस दस्ते में शामिल कैडेटों को देश के सभी
17 निदेशालयों से റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ടുവല്ലോ. എന്തു തോന്നി? നമുക്കും അത്തരം ഒരു റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചില്ലേ? റിപ്പബ്ലിക് ഡേ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് അല്പം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി 1 മുതൽ ജനുവരി 29 വരെ ഡൽഹി കണ്ടോൺമെന്റിലുള്ള ഗാരിസൺ പരേഡ് ഗ്രൗണ്ടിലാണ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ് നടക്കുന്നത്. റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുവാൻ കാഡറ്റുകളെ തയ്യാറാക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും DGNCC ഓരോ വർഷവും അനുവദിക്കപ്പെട്ട വേക്കൻസികൾക്കനുസരിച്ചാണ് കാഡറ്റുകളെ സെലക്ട് ചെയ്യുന്നത്. ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ ഈ ക്യാമ്പിന്റെ പരിസമാപ്തി കുറിക്കുന്നത് ജനുവരി 28 നടക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് റാലിയോട് കൂടിയായിരിക്കും. ഈ ക്യാമ്പിൻ ഇടയിൽ ബഹുമാനപ്പെട്ട രക്ഷാമന്ത്രി, ബഹുമാനപ്പെട്ട രക്ഷാ രാജ്യമന്ത്രി, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ നമ്മുടെ നേവി, ആർമി, എയർ വിങ്ങിന്റെ ചീഫുകൾ ഇവരൊക്കെ ഈ ക്യാമ്പ് സന്ദർശിക്കുന്നതാണ്. 17 NC ഡയറക്ടറേറ്റുകളിൽ നിന്നുള്ള കാഡറ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർ തമ്മിൽ ആരോഗ്യകരമായ കോമ്പറ്റീഷനുകളും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അവാർഡുകളും ഉണ്ട്. പ്രധാനമായും ഡ്രിൽ, ഗാർഡ് ഓഫ് ഓണർ, രാജ്പഥ് കണ്ടിജന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് റാലി, നാഷണൽ ഇന്റഗ്രേഷൻ അവയർനെസ്, ലൈൻ ആൻഡ് ഫ്ലാഗ് ഏരിയ, കൾച്ചറൽ, ബെസ്റ്റ് കാഡറ്റ് ഇൻ ഈച്ച് വിങ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, എയറോ മോഡലിംഗ്, ഷിപ്പ് മോഡലിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ ആയിരിക്കും പ്രധാനമായും RDCയിൽ ഉണ്ടാകുന്ന മത്സര ഇനങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ജനുവരിയിലാണ് ഈ ആനുവൽ NCC റിപ്പബ്ലിക് ഡേ ക്യാമ്പ് നടക്കുക. പ്രധാനമായും നാഷണൽ ഇന്റഗ്രേഷനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ക്യാമ്പിനെ വിവിധ വിശിഷ്ട വ്യക്തികൾ നിരീക്ഷിക്കുന്നതാണ്. ഈ ക്യാമ്പിനെ ഇന്റർനാഷണൽ ആയിട്ടുള്ളതും നാഷണൽ ആയിട്ടുള്ളതുമായ മീഡിയകൾ നന്നായി കവർ ചെയ്യുന്നതാണ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസും ഈ ക്യാമ്പിൽ ഉണ്ടാകും. അവരോടൊത്തുള്ള സഹവാസം വളരെ നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ക്യാമ്പിലേക്ക് എല്ലാ വിഭാഗത്തിലുള്ള NCC കുട്ടികളെയും അവരുടെ കഴിവ്, വിവിധ മത്സരങ്ങളിൽ ഉള്ള അവരുടെ പെർഫോമൻസ് നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. 17 ഡയറക്ടറേറ്റിൽ നിന്നും ഉള്ള കാഡറ്റുകൾ ഉണ്ടാകും. അവർ അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതികൾ ഒക്കെ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നു. ഈ ക്യാമ്പ് പ്രൈം മിനിസ്റ്റേഴ്സ് റാലിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതിൽ വെച്ച് ചാമ്പ്യൻ ഡയറക്ടറേറ്റിനെയും അതുപോലെ ഓൾ ഇന്ത്യ ബെസ്റ്റ് കാഡറ്റിനും മറ്റു മത്സരങ്ങൾക്കുള്ള അവാർഡുകളും നൽകപ്പെടുന്നതാണ്. ഈ ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ: പ്രൊജക്ട് ദ ബെസ്റ്റ് ഓഫ് NCC ടു ദ നാഷണൽ ലീഡേഴ്സ് ആൻഡ് പീപ്പിൾ, കണ്ടക്ട് ഇന്റർ ഡയറക്ടറേറ്റ് കോമ്പറ്റീഷൻസ് ടു ഡിറ്റർമിൻ ദ വിന്നർ ഓഫ് ഇന്റർ ഡയറക്ടറേറ്റ് ചാമ്പ്യൻഷിപ്പ് ബാനർ ആൻഡ് ഓൾ ഇന്ത്യ ബെസ്റ്റ് കാഡറ്റ്സ് ഓഫ് ഓൾ വിങ്സ്, സെലക്ട് ആൻഡ് ട്രെയിൻ NCC marching contingents to participate in the Republic Day Parade at Rajpath on 26 January and Guard of Honor for the Vice President, Prime Minister and other dignitaries. Foster spirit of national unity amongst the cadets through exchange of cultural programs and national integration awareness programs. The aim of Republic Day Camp is to enhance the self-confidence of cadets, deepen their value systems and provide an exposure to the rich culture and the traditions of our nation and the important events that take place at the national capital during the Republic Day. The camp portrays a reflection of mini India. ഈ ക്യാമ്പിൽ കൂടി കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിപ്പബ്ലിക് ഡേ ദിനത്ത് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന പരിപാടികൾ അവർക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ഈ ക്യാമ്പിനെ നമ്മൾ ഒരു മിനി ഇന്ത്യയായിട്ടാണ് കാണുന്നത്. മറ്റൊരു ക്യാമ്പാണ് നേരത്തെ പറഞ്ഞതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പ്. ഈ ക്യാമ്പിനെ നേരത്തെ നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് NIC എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൾച്ചറുകൾ, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരം, ഈ ക്യാമ്പും കാഡറ്റുകൾക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള കൾച്ചർ മനസ്സിലാക്കാനും അവരുടെ ജീവിത രീതിയും അവരുടെ മതങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങൾ ചേർന്നതാണ് എന്ന് മനസ്സിലാക്കാനും
മനസ്സിലാക്കാനും ഈ ക്യാമ്പ് ഉപകരിക്കുന്നു. ഒരു വർഷം 35 EBSB ക്യാമ്പുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ NCCയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. NCC is the premier organization which nurtures the youth of our nation. ഇന്ത്യയുടെ യുവാക്കളെ സ്വഭാവ രൂപീകരണവും വളർത്തുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NCC. നമ്മുടെ NCCയുടെ മോട്ടോ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആണ്. നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള NCC ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പാണ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ്. റിപ്പബ്ലിക് ഡേ ക്യാമ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ദാറ്റ് പ്രൊമോട്ട് നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടി സഹായിക്കുന്ന NCCയുടെ റോൾ ഇൻകമ്പാരബിൾ ആണ്, നിസ്തുല്യമാണ്. ദ റോൾ ഓഫ് NCC ഇൻ ദിസ് റിഗാർഡ് ഈസ് ഇൻകമ്പാരബിൾ ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ പ്രോസസ് ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ. NCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ ക്യാമ്പുകളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.